വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു സ്റ്റേക്കേഷനാണ്. കുറേ നാളുകൾക്ക് ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാൻ പോവാണ് ഇവിടെ. ആക്ച്വലി ഇപ്പം ഇവിടെ വീടുകളിലൊന്നും നമുക്ക് അങ്ങനെ കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, എല്ലാവർക്കും കൂടെ ഒരു ഹോട്ടലിൽ സ്റ്റേക്ക് പോകാമെന്ന്. ജസ്റ്റ് ഇപ്പം ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നേരെ അൽബത്ത് ബേയിലേക്ക് വിടാനാണ് പ്ലാൻ. ഹോപ്പ്ഫുള്ളി ദൈവം സഹായിച്ച് എല്ലാം നടക്കുകയാണെങ്കിൽ വാച്ച് ദ വീഡിയോ. നമ്മൾ ഓൺ സ്റ്റേ കാണുന്നത് ഷെയ്ഖ് സായദ് മോസ്ക് ആണ് കേട്ടോ. രാത്രിയാണ് നമ്മൾ കൂടുതലും ഇത് കണ്ടിരിക്കുന്നത്. രാവിലെ കണ്ടപ്പോൾ ഒന്നുകൂടെ ഭംഗി തോന്നി. നമ്മൾ 4 ഫാമിലി കൂടിയിട്ടാണ് സ്റ്റേക്കേഷന് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോളേജ് മേറ്റ്സോ സ്കൂൾ മേറ്റ്സോ ഒന്നുമല്ല. ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം കണ്ടുമുട്ടി പരിചയപ്പെട്ട ഫ്രണ്ട്സാണ്. കോളേജ് ലൈഫും സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി ഫ്രണ്ട്സൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നു. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളത് ഞാൻ ആലോചിച്ചതേ ഇല്ല. ഇപ്പം വി ആർ മോർ ലൈക്ക് എ ഫാമിലി. അപ്പം ഞങ്ങളിതേ ബീച്ച് റൊട്ടാനയിലെത്തി. Take a drive. അവിടെ ഷെയ്ഖ് സായദ് മോസ്കിൻ്റെ ഒരു 3D മോഡൽ കണ്ടു. എനിക്ക് തോന്നുന്നു ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് തോന്നുന്നു. പ്രൈസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓൾമോസ്റ്റ് $1 lakh ആണ് അതിന് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ബട്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ബീച്ച് റൊട്ടാനിയിൽ ഞങ്ങൾക്ക് നല്ല ഡീലിലാണ് റൂംസ് കിട്ടിയത്. ഞങ്ങൾ 4 ഫാമിലീസ് ഉള്ള കാരണം തന്നെ അവർ നല്ല പ്രൈസാണ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ മാത്രമല്ല നന്നായിട്ട് സ്റ്റെറിലൈസേഷനൊക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ ഹോട്ടൽ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ ഈ പാൻഡമിക്കിൻ്റെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞങ്ങൾ വിചാരിച്ചത്ര റഷൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. കുറേ നാൾ കഴിഞ്ഞ് കണ്ടതിൻ്റെ സന്തോഷം തീർത്ത് ഞങ്ങൾ കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മക്കൾ ഓടി വന്നിട്ട് അവിടെ ഒരു പ്രാവ് മുട്ടയിട്ടത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ നല്ല 2 ക്യൂട്ട് എഗ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ ബഹളം കേട്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മക്കിളി ഓടി വന്നു കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരി കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, നമ്മളെ ആക്രമിക്കാനുള്ളൊരു പരിപാടിയൊക്കെ. അപ്പം ബീച്ച് റൊട്ടാനയിലാണെങ്കിൽ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ റൈറ്റ് ടൈമിലാണ് അപ്പോൾ എന്തായാലും ഹോട്ടൽ സ്റ്റേക്ക് പോയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ 8 adults and 11 kids ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ സാധാരണ ഹോട്ടൽ സ്റ്റേക്ക് പോകുമ്പം പിടിവാശികളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. അവർ കുട്ടികളുടെ കൂടെ തന്നെ മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. അപ്പം ഇപ്പം കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയ കാരണം അവർ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റൂംസാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട്സൊക്കെ ഒരേ ഫ്ലോറിൽ തന്നെയാണ്, ബട്ട് ഒന്നിടവിട്ട റൂംസിലുണ്ടായിരുന്നു. മക്കൾ ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബാൽക്കണി എന്നുള്ള വ്യൂ നല്ല സൂപ്പറായിരുന്നു. ഒരു അബുദാബിയുടെ ആ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആയിരുന്നു. നമുക്ക് കിട്ടിയത് 16th ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, ഭയങ്കര സൂത്തനിങ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഈവൻ നൈറ്റ് ടൈമിലാണെങ്കിലും ഞാൻ ഒരുപാട് നേരം ബാൽക്കണിയിൽ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇവിടെ ബോട്ടിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെ നടക്കുന്ന കണ്ടിരുന്നു. നമ്മൾ ആ ആക്ടിവിറ്റീസിനൊന്നും പോയിരുന്നില്ല കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഈ വ്യൂവിൽ കാണുന്ന റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് അബുദാബി മോളുടെ ആണ്. നമുക്ക് ബീച്ച് റൊട്ടാനയിൽ നിന്ന് അവിടേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. സോ ഫുഡ് വാങ്ങാനൊക്കെ ഞങ്ങൾ അബുദാബി മോളിലോട്ടാണ് പോയിരുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി. ദേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്. ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. ഞങ്ങൾ കടപ്പിനെടുത്തേക്കുന്ന പോലെയാണ്. അത്ര അധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, കുട്ടി പട്ടാളങ്ങൾ തന്നെ 11 പേരുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഞങ്ങൾ താഴെ ലോഞ്ചിലോട്ട് ചെന്നപ്പോൾ അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നല്ല ഹ്യൂജ് സൈസിലുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് അവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീ. Like a guy, you could treat me right. Way oh, way oh, oh. Boy, take a chance, will you let me ride? Way oh, way oh, oh. I could be the best.
best thing in your life. Way oh, way oh, oh. You got me singing. Way oh, way oh, oh. You look like a guy who could treat me right. Way oh, way oh, oh. Why take a chance when you let me ride? Way oh, way oh, oh. I could be the best thing in your life. Way oh, way oh, oh. Maybe let's take a drive, take a drive. ഞങ്ങൾ ഓരോ വട്ടവും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ക്രിസ്മസ് ട്രീ എവിടെ വരെയെന്ന് നോക്കി നോക്കിയാണ് പോകുന്നത്. പക്ഷേ നല്ലൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ മക്കൾക്കും. ഇത്രയും ഹ്യൂജ് സൈസിലുള്ളൊരു ട്രീ ലൈവായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. The best thing in your life. Maybe let's take a drive, take a drive. Way oh, way oh, oh, oh. Way oh, way oh, oh. Way oh, way oh, oh, oh. Way oh, way oh, oh. Way oh, way oh, oh, oh. വീക്ക് ഡേയ്സിൽ നമ്മൾ എത്ര വിളിച്ചാലും എണീക്കാത്ത മക്കളൊക്കെ ഇതേ ഇന്ന് നമ്മളെ വന്ന് വിളിക്കുകയാണ് ചെയ്തത്. എല്ലാവരും പൂളിലേക്ക് പോകാൻ റെഡിയായി. ഇപ്പോൾ അവർക്ക് എണീക്കാനൊരു മടിയുമില്ല, ഒരു ക്ഷീണവും ഇല്ല, എല്ലാവരും ഹാപ്പി. Like a guy who could treat me right. Way oh, way oh, oh. Boy, take a chance, will you let me ride? Way oh, way oh, oh. I could be the best thing in your life. Way oh, way oh, oh. You got me singing. Way oh, way oh, oh. You look like a guy who could treat me right. Way oh, way oh, oh. Boy, take a chance, will you let me ride? Way oh, way oh, oh. I could be the best thing in your life. Way oh, way oh, oh. Maybe let's take a drive, take a drive. Way oh, way oh, oh, oh. Way oh, way 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 oh, oh, oh. Way oh, way oh. The best thing in your life. Maybe let's take a drive, take a drive. Way oh, way oh, oh, oh. Way oh, way 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 the best thing in your life. Maybe let's take a drive, take a drive.
കലാശക്കൊട്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇനി അൽവത്ബയിലേക്ക് പോകാൻ പോവാണ്. എല്ലാവരും പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഷാർപ്പ് 3:30ക്ക് വി ആർ ലിവിങ് ടു അൽവത്ബ. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രിപ്പ്. ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ പോകണ്ടെന്ന് പറയണേ. സത്യം വേണമെങ്കിൽ കുറച്ചും കൂടി നേരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നേനെ. പക്ഷെ ഇത് പൊട്ടിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.